കേസിൽ പി.സി. ജോർജ് ഇരാറ്റുപേട്ട കോടതിയിൽ കീഴടങ്ങിയിരിക്കുന്നു. ഗോകുലുണ്ട്. ഗോകുൽ, വിവരങ്ങൾ. സേതു നിലവിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ബി.ജെ.പി നേതാക്കളടക്കം യോഗം ചേർന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായാൽ മതി പി.സി. ജോർജ് എന്നുള്ളൊരു തീരുമാനമെടുത്തത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റിന് മുന്നിൽ പി.സി. ജോർജ് ഹാജരായിരിക്കുകയാണ്. ഇനി കോടതി തീരുമാനിക്കുന്നതിന്റെ അനുസരിച്ചായിരിക്കും ഇതിന്റെ തുടർ നീക്കങ്ങൾ ഉണ്ടാവുക. ഒരുപക്ഷെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലേക്ക് പി.സി. ജോർജിനെ കൊടുക്കാനായിരിക്കും സാധ്യത എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലീസ് ഇപ്പോൾ പി.സിയെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാക്കും. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഒരു നടപടികളിലേക്കായിരിക്കും കാര്യങ്ങൾ കടക്കുന്നുണ്ടാവുക. എന്തായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ ഏറെ ആകാംക്ഷയോടുകൂടി തന്നെ എല്ലാവരും നോക്കിയിരിക്കുകയായിരുന്നു ഏത് വിധത്തിലായിരിക്കും പി.സി. ജോർജിന്റെ അറസ്റ്റ് നടപടികൾ ഉണ്ടാവുക എന്നുള്ളത്. എന്തായാലും അദ്ദേഹം വീട്ടിലെത്തിച്ചേർന്ന് വീട്ടിൽ നിന്നും സ്റ്റേഷനിലേക്ക് പോകുമെന്നായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ബി.ജെ.പി നേതാക്കളടക്കം പ്രതികരിച്ചിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ബി.ജെ.പി പ്രവർത്തകരും ബി.ജെ.പി നേതാക്കളും ഒക്കെ തന്നെ വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈരാറ്റുപേട്ടയിലെ വീട്ടിൽ തുടരുന്നുണ്ടായിരുന്നു. എന്തായാലും അതിനുശേഷമാണ് ഇത്തരത്തിൽ പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിക്കൊണ്ട് കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതായത് ഒരു വലിയ പ്രതിഷേധത്തിലേക്കൊന്നും കാര്യങ്ങൾ കൊണ്ടുപോകരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പി.സി. ജോർജ് വീട്ടിലേക്ക് വരേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് നിലവിൽ ബി.ജെ.പി നേതൃത്വം കൈക്കൊണ്ടിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നേരിട്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാകുന്ന അല്ലെങ്കിൽ ഒരു അത്തരത്തിലൊരു നിലപാടിലേക്ക് പി.സി. ജോർജ് കടന്നിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പോലീസ് നടപടികൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും അറസ്റ്റ് നടപടികൾ രേഖപ്പെടുത്തുന്നുണ്ടാവുക. അതിനുശേഷം അദ്ദേഹത്തെ മെഡിക്കൽ അടക്കം എടുത്തതിന് ശേഷം തുടർന്ന് റിമാൻഡിലേക്ക് അടക്കം പോകുമെന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം ഇന്ന് തന്നെ പൂർത്തീകരിക്കുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കളടക്കം ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ അർപ്പിച്ചുകൊണ്ട് ബി.ജെ.പിയും രംഗത്ത് വരികയുണ്ടായിട്ടുണ്ട്. രാവിലെ തന്നെ പി.സി. ജോർജിന്റെ വീടിന് സമീപത്ത് ബി.ജെ.പി പ്രവർത്തകർ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. മധ്യമേഖല പ്രസിഡന്റ് എൻ ഹരിയുടെയും അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ ഈസ്റ്റ് വെസ്റ്റ് കോട്ടയം ജില്ലാ അധ്യക്ഷന്മാരുടെയും നേതൃത്വത്തിലാണ് 100-ലധികം പ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് അല്ലെങ്കിൽ പി.സി. ജോർജിന് പൂർണ്ണ പിന്തുണ നൽകുന്നു ബി.ജെ.പി എന്നുള്ളൊരു നിലപാടാണ് അവർ സ്വീകരിക്കുകയുണ്ടായത്. അതേസമയം തന്നെ ഈ പി.സി. ജോർജ് നടത്തിയിട്ടുള്ള വിദ്വേഷ പരാമർശത്തെ പറ്റിയിട്ട് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ട് നിലപാട് ബി.ജെ.പി നേതാക്കൾക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതിനെ ന്യായീകരിക്കുന്നുവോ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ട് മറുപടി അവരുടെ ഭാഗത്തു നിന്നും ലഭ്യമായിരുന്നില്ല. എന്തായാലും ഈ ഒരു നിലപാട് അതായത് പോലീസ് രാവിലെ നമ്മൾ ഒരു 10-10:30 മണിവരെ നാടകീയമായ നീക്കങ്ങളാണ് പി.സി. ജോർജിന്റെ വീട്ടിൽ നിന്നും കണ്ടത്. പോലീസ് എത്തുന്നു, ബി.ജെ.പി പ്രവർത്തകർ അവിടെ എത്തുന്നു. ഈ പ്രകടനം കണക്കെ പി.സി. ജോർജ് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുമെന്ന വാർത്തകൾ വരുന്നു. അതിനെ എങ്ങനെ പോലീസ് പ്രതിരോധിക്കുമെന്ന തരത്തിൽ ചർച്ചകൾ നടക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കോടതിയിൽ പോയി കീഴടങ്ങാനുള്ള പി.സി. ജോർജിന്റെ തീരുമാനം അത് ഏത് സാഹചര്യത്തിലാണ്? അഭിഭാഷകരുടെ നിർദ്ദേശം അനുസരിച്ചാണോ? നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ യോഗം ചേർന്നിരുന്നു. അതായത് പി.സി. ജോർജിന്റെ വീട്ടിൽ തന്നെയായിരുന്നു യോഗം. മുതിർന്ന നേതാക്കളും അതോടൊപ്പം തന്നെ പി.സി. ജോർജിന്റെ മകൻ ഷോൺ ജോർജും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുത്തു. ആ യോഗത്തിൽ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം തന്നെ നിയമ ഉപദേശം കൂടി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു തീരുമാനം കൈക്കൊള്ളാൻ അതായിരിക്കും കാരണമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ പി.സി. ജോർജ് വീട്ടിലേക്ക് എത്തുകയായിരുന്നെങ്കിൽ അത് കൂടുതൽ അല്ലെങ്കിൽ ഒരു കൂടുതൽ വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിച്ചേർന്നതിനെ. പ്രത്യേകിച്ച് ബി.ജെ.പി പ്രവർത്തകരൊക്കെ വലിയ രീതിയിൽ ഇവിടെ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതൊരുപക്ഷെ പോലീസും ഈ ബി.ജെ.പി പ്രവർത്തകരും തമ്മിലുള്ള ഒരു സംഘർഷം അല്ലെങ്കിൽ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് മാറും എന്നുള്ളൊരു സൂചനയുടെയൊക്കെ കൂടി അടിസ്ഥാനത്തിലാണ് എന്തായാലും അത്തരത്തിലൊരു കാര്യത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് നിലവിൽ പാർട്ടി നേതൃത്വം സ്വീകരിച്ച് അദ്ദേഹത്തെ നേരിട്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനായിട്ട് തീരുമാനിച്ചതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം പോലീസും ഈ കാര്യത്തിൽ കൃത്യമായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കരുതെന്നുള്ള നിർദ്ദേശം കൃത്യമായിട്ട് ഷോൺ ജോർജിനെയും അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ നേതാക്കളെയും അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും പോലീസിന്റെ തീരുമാനത്തിന്റെ കൂടി മാനിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് കടന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി എന്തായാലും ഏതു വിധത്തിലായിരിക്കും കോടതി ഈ കാര്യത്തിലൊരു തീരുമാനം കൈക്കൊള്ളുക എന്നാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. എന്തായാലും ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ പി.സി. ജോർജിനെ പോലീസ് കസ്റ്റഡിയിൽ വിടാൻ തന്നെയായിരിക്കും ഒരുപക്ഷെ കോടതിയും തീരുമാനിക്കുന്നുണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് നടപടികൾ ഇന്ന് തന്നെ ഉണ്ടാകും. അതിനുശേഷം റിമാൻഡിലേക്കായിരിക്കും ഒരുപക്ഷെ പോവുക എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ചില പരാമർശങ്ങൾ അത് അത്രത്തോളം ഗൗരവപൂർണ്ണമായിട്ടുള്ളതായിരുന്നു പി.സി. ജോർജിനെതിരായിട്ട്. അതായത് ഒരു ജനപ്രതിനിധിയായിട്ടിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് ഒരു തവണയല്ല, ഒന്നിലധികം
ഒന്നിലധികം തവണ ഇതേ പരാമർശങ്ങൾ ആവർത്തിക്കുന്ന ഒരു നിലപാട് PC-യുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിപ്പോകാനായിട്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള കാരണമായി മാറിയത്. മുമ്പ് തിരുവനന്തപുരത്ത് അടക്കം ഇത്തരത്തിൽ 2 കേസുകൾ PC ജോർജിന് സമാനമായി ഇതേ വിഭാഗത്തിൽ തന്നെ ആരോപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ തന്നെ ഇത്തരത്തിൽ വിദ്വേഷ പരാമർശത്തിന് വിധേയമാക്കിയതുമായി ബന്ധപ്പെട്ട് 2 കേസുകൾ PC ജോർജിന് ഇതിന് മുമ്പ് നിലനിൽക്കുന്നുണ്ട്. ആ 2 കേസുകളിലും ജാമ്യത്തിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് PC ജോർജ് എന്ന് പറയുന്നത്. ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നാണ് വീണ്ടും സമാനമായിട്ടുള്ള കുറ്റം തന്നെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് കോടതി നിരീക്ഷിച്ച ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇനി ജാമ്യം അല്ലെങ്കിൽ മുൻകൂർ ജാമ്യത്തിന് അർഹനല്ല PC ജോർജ് എന്നുള്ളൊരു നിലപാടിലേക്ക് ഹൈക്കോടതി എത്തിച്ചേരുകയുണ്ടായത്. ഒപ്പം രൂക്ഷമായ ഭാഷയിലുള്ള ചില വിമർശനങ്ങളും PC-ക്കെതിരായിട്ട് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അത്തരത്തിൽ ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചതോടുകൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാട് ഹൈക്കോടതി എടുത്തതുകൊണ്ട് തന്നെ പോലീസിനും ഇക്കാര്യത്തിൽ പറ്റി വിട്ടുവീഴ്ചകൾ ചെയ്യാനായിട്ടില്ലായിരുന്നു. അറസ്റ്റ് ചെയ്യുക എന്ന നടപടി മാത്രമാണ് പോലീസിന് മുന്നിൽ ഉണ്ടായിരുന്നത്. ആ രീതിയിലുള്ള നീക്കങ്ങളാണ് പോലീസ് അതിനുശേഷം നടത്തിയത്. കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകി നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് PC-യുടെ വീട്ടിലെത്തിയിരുന്നു. പക്ഷേ അദ്ദേഹം ഒളിവിൽ പോയിരുന്നു, വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. തുടർന്നാണ് അറിയിച്ചത്. നേരിട്ട് ഇന്ന് സ്റ്റേജിൽ ഹാജരാക്കിക്കോളാം എന്നുള്ളൊരു ഇമെയിൽ മുഖാന്തരമുള്ള ഒരു മറുപടിയാണ് പോലീസിന് PC അയച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ രീതിയിലായില്ല പോയിരുന്നത്. പോലീസ് സ്റ്റേഷനിൽ ഹാജരായില്ല. പകരം ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റിന് മുന്നിലാണ് ഇപ്പോൾ PC ജോർജ് ഹാജരായിരിക്കുന്നത്. എന്തായാലും ഈയൊരു അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കേസിൽ ഇനി അത് നിയമം കൂടുതൽ PC ജോർജിന് കുരുക്കായി മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അറസ്റ്റ് നടപടികൾ ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അറസ്റ്റ് ഉണ്ടായില്ല എങ്കിൽ അത് വലിയ പ്രതിഷേധങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകളടക്കം വലിയ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്, അവർ നടത്തും എന്നുള്ള കാര്യങ്ങളിൽ സൂചന കൃത്യമായിട്ട് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും പോലീസ് നടപടി വൈകുന്നു എന്നുള്ളൊരു ആരോപണം ഇത്തരത്തിൽ മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പ്രതിഷേധമടക്കം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം സമരങ്ങളടക്കം നടത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ഇനി ഏത് വിധത്തിലായിരിക്കും ബാക്കി തുടർ രാഷ്ട്രീയ നീക്കങ്ങൾ എന്നാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. പ്രത്യേകിച്ച് BJP-യുടെ ഭാഗത്തു നിന്നുള്ള തുടർ നീക്കങ്ങൾ ഏത് വിധത്തിലായിരിക്കും 30 വർഷത്തോളം MLA ആയിരുന്നിട്ടും ഈ എളുപ്പം പ്രകോപനത്തിന് വശംവദനാകുന്ന PC ജോർജിന് ഒരു രാഷ്ട്രീയക്കാരനായി തുടരാൻ പോലും അർഹതയില്ലെന്നായിരുന്നു ഹൈക്കോടതിയിൽ നിന്ന് വന്ന നിരീക്ഷണമൊക്കെ. ഗുരുതരമായ പരാമർശമാണ് ഹൈക്കോടതി അന്ന് പറഞ്ഞതൊക്കെ. മാത്രമല്ല PC ജോർജ് മുൻപ് നടത്തിയ പ്രകോപനപരമായ പരാമർശങ്ങൾ അടക്കം ഈ ഉത്തരവിൽ കോടതി ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അപ്പോൾ ഇനി മജിസ്ട്രേറ്റിന്റെ നടപടി എങ്ങനെയായിരിക്കും? ഇന്ന് തന്നെ കസ്റ്റഡിയിൽ വിടാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ്? സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉണ്ടായതെന്ന് എന്നതുകൊണ്ട് തന്നെ മറ്റ് കീഴ്ക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയുടെ ഭാഗത്തു നിന്നും മറ്റൊരു നിലപാടിലേക്ക് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം അത്രത്തോളം അല്ലെങ്കിൽ കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തി അയാൾ ചെയ്ത കുറ്റത്തിന്റെ വ്യാപ്തി ഹൈക്കോടതി തന്നെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് കസ്റ്റഡിയിൽ വിടുക എന്നുള്ളൊരു നിലപാട് തന്നെയായിരിക്കും ഒരുപക്ഷെ മജിസ്ട്രേറ്റ് സ്വീകരിക്കുന്നുണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതല്ലാതെ മറ്റൊരു വഴി PC ജോർജിന് മുന്നിലില്ല. അല്ലെങ്കിൽ ഇനി ഒരു മുൻകൂർ ജാമ്യത്തിലേക്ക് അല്ലെങ്കിൽ അറസ്റ്റ് തടയുന്ന രീതിയിലേക്ക് ഒരു അനുകൂല നിലപാട് PC-ക്ക് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. അതേസമയം തന്നെ ഈ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാനായിട്ട് സാധിക്കും. പക്ഷെ ആ രീതിയിലുള്ള നീക്കങ്ങൾ ഇതുവരെ PC ജോർജിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഷോൺ ജോർജ് അടക്കം ആ കാര്യത്തിൽ വ്യക്തത നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്നെന്തായാലും സുപ്രീം കോടതിയിൽ പോകുന്നില്ല. പകരം ഈ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള പരാമർശങ്ങൾ, PC-ക്കെതിരായിട്ട് പറഞ്ഞിട്ടുള്ള കമന്റുകളിൽ ഇളവ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, നിലപാടുകൾ, നടപടികൾ കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചിനെ അടക്കം സമീപിച്ചുകൊണ്ട് ആ രീതിയിൽ ആ കമന്റുകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ, നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഷോൺ ജോർജ് അടക്കം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇനിയിപ്പോ BJP കൂടി അദ്ദേഹത്തിന് പിന്തുണ നൽകിയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ പോയി ജാമ്യം നേടാൻ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം അടക്കം നേടാനുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുമോ എന്നാണ് ഇനി നോക്കിക്കാണേണ്ടത്. പ്രത്യേകിച്ച് ഒരു BJP പിന്തുണ കൂടി ലഭിച്ചൊരു സാഹചര്യത്തിൽ സുപ്രീം കോടതിയിൽ പോയാൽ ഒരുപക്ഷെ ജാമ്യത്തിന് കൂടുതൽ സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കി ആ രീതിയിലുള്ള നീക്കങ്ങൾ ഒരുപക്ഷെ വരുന്ന മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ തന്നെ ആരംഭിച്ചേക്കാനും സാധ്യതയുണ്ട്. എന്തായാലും ഇന്ന് ഉറപ്പായിട്ടും അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഗോകുൽ, ഇപ്പോ ഈ PC കോടതിയിൽ കീഴടങ്ങിയിട്ടുണ്ട്. PC ഇനി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയാൽ വീണ്ടും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി PC ജോർജിനെ വീണ്ടും കോടതിയിൽ ഹാജരാക്കില്ലേ? അങ്ങനെയെങ്കിൽ PC ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നുണ്ടോ ഇന്ന്? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ വരുന്നുണ്ടോ?
അതായത് ഇന്നിപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിക്കഴിഞ്ഞാൽ ഈ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ഇത്തരം കേസുകളിൽ നേരിട്ട് അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിക്കുകയില്ല. നോട്ടീസ് അയച്ച് സ്റ്റേഷനിൽ ഹാജരായതിനു ശേഷം ചോദ്യം ചെയ്യൽ നടപടികൾ പൂർത്തീകരിക്കണം. അതിനുശേഷം മാത്രമേ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാനായിട്ട് സാധിക്കൂ എന്നുള്ളതാണ് ഈ കേസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം വിശദമായിട്ട് ചോദ്യം ചെയ്യൽ നടത്തുന്നുണ്ടാവും ഈരാറ്റുപേട്ട പോലീസ്. അതിനുശേഷമായിരിക്കും അറസ്റ്റ് നടപടികൾ ഉണ്ടാവുക. അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം PCയെ മെഡിക്കൽ പരിശോധനകൾക്ക് വിധേയമാക്കും. അതിനുശേഷം വീണ്ടും കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷമായിരിക്കും റിമാൻഡ് അടക്കമുള്ള നടപടിക്രമങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് കോടതിയിൽ ഹാജരാക്കിയാലും ഒരുപക്ഷെ റിമാൻഡ് എന്നതിലപ്പുറത്തേക്ക് മറ്റൊരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് നിയമവൃത്തങ്ങൾ അല്ലെങ്കിൽ നിയമവുമായി ബന്ധപ്പെട്ട ആളുകൾ നമുക്ക് നൽകിയിരിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ PC ജയിലിലേക്കല്ലേ തന്നെ അനുമാനിക്കേണ്ടിയിരിക്കുന്നു. ജയിലിലേക്ക് തന്നെ പോകേണ്ടി വരും. അതിനുശേഷം PCക്ക് വേണമെങ്കിൽ ഇനി ജാമ്യാപേക്ഷയുമായിട്ട് കോടതിയെ സമീപിക്കാവുന്നതാണ്. പക്ഷെ എങ്കിൽ പോലും ഒന്നല്ലെങ്കിൽ 2 ദിവസം ജയിലിൽ കിടക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുമ്പും സമാനമായി തന്നെ ഇത്തരം കേസുകളിൽ PC ജയിലിൽ പോയിട്ടുള്ള ഒരു വ്യക്തി കൂടിയിട്ടാണ്. അങ്ങനെ ജയിലിൽ പോയി ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയിട്ടാണ്. ഇതിപ്പോൾ 3ാമത്തെ കേസാണ്. സമാനമായിട്ട് വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട് വീണ്ടും 3ാമത്തെ പ്രാവശ്യമാണ് ജയിലിൽ പോകാനായിട്ട് പോകുന്നത്. ഇനിയും ജാമ്യാപേക്ഷയുമായിട്ട് പോവുകയാണെങ്കിൽ അവിടെ കോടതി ഏത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ട് നോക്കിക്കാണേണ്ടത്. പ്രത്യേകിച്ച് ഹൈക്കോടതി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടല്ല. മുൻ കേസുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ വീണ്ടും ജാമ്യമായിട്ട് പോകുമ്പോൾ ആ കോടതി ഏത് വിധത്തിലുള്ള നിലപാടായിരിക്കും സ്വീകരിക്കുക, PCക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാടായിരിക്കുമോ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ട് നോക്കിക്കാണേണ്ട വസ്തുത. അതോടൊപ്പം തന്നെ PCയുടെ ഭാഗത്തു നിന്നും അനാരോഗ്യം അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജാമ്യത്തിന് മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട വിചാരണ നടക്കുമ്പോൾ കൃത്യമായിട്ട് ഈ പ്രതിഭാഗം വക്കീല് കോടതി അറിയിച്ചിരുന്നത് അദ്ദേഹം ഒരു ജനപ്രതിനിധിയായിരുന്ന ആളാണ്. ഒരിക്കലും അത്തരത്തിലുള്ള ഉദ്ദേശത്തോടു കൂടി പറഞ്ഞതല്ല. വിദ്വേഷ പരാമർശം എന്നുള്ള രീതിയിൽ മുഴുവൻ മുസ്ലിം വിഭാഗത്തെയും കുറിച്ച് പറഞ്ഞതല്ല എന്നുള്ള രീതിയിലുള്ള ന്യായീകരണങ്ങളായിരുന്നു കോടതിയിൽ നടത്തിയിരുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ അനാരോഗ്യം അടക്കം പരിഗണിക്കണം എന്നുള്ളൊരു ആവശ്യവും പ്രതിഭാഗം കോടതിയിൽ മുന്നോട്ട് വെക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കാര്യങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും കോടതി തള്ളിക്കളയുന്ന ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുൻകൂർ ജാമ്യം നിഷേധിക്കുകയുണ്ടായത്. എന്തായാലും ഇനി തുടർ കോടതി നടപടികളിലും അതേ നിലപാട് തന്നെയായിരിക്കും ഒരുപക്ഷെ സ്വീകരിക്കുന്നുണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ഷോൺ ജോർജും അതോടൊപ്പം തന്നെ BJP നേതാക്കളും അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം, അവർ പൂർണ്ണമായിട്ടും ഇതിനെ ന്യായീകരിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുകയുണ്ടായത്. അതായത് മുഴുവൻ മുസ്ലിം വിഭാഗത്തെയും കുറിച്ചല്ല PC ജോർജിന്റെ പരാമർശം ഉണ്ടായിരുന്നത്. നല്ല രീതിയിൽ ജീവിക്കുന്ന മുസ്ലിം സഹോദരന്മാരും ഉണ്ട്. പക്ഷെ അവർക്കെതിരായിട്ടല്ല ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ എന്ന് ഉള്ളതാണ് ഷോൺ ജോർജ് അടക്കം ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ PC ജോർജ് എന്ന് പറയുന്നത് ഈരാറ്റുപേട്ടയുടെ MLA ആയിരുന്ന ഒരു വ്യക്തി കൂടിയിട്ടാണ്. ഈരാറ്റുപേട്ടയിൽ ഉണ്ടാക്കിയതെല്ലാം PC ജോർജ് ഉണ്ടാക്കിയതാണ്. എന്തായാലും ഇപ്പോൾ BJP നേതാക്കളുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാൻ തോന്നുന്നു. നിരന്തരം ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, കേരള സമൂഹത്തിൻ്റെ മുന്നിലല്ലേ MV ഗോവിന്ദൻ ജീവിക്കുന്നത്? ഷംസീർ ജീവിക്കുന്ന അവിടെയല്ലേ? CPM-ന്റെ നേതാക്കന്മാർ മുഴുവൻ ജീവിക്കുന്ന അവിടെയല്ലേ? ഇദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനയും അതുപോലെ തന്നെ പബ്ലിക് ഡൊമൈനിൽ കിട്ടും. ബാക്കി എത്രയോ മതപണ്ഡിതന്മാരെന്ന് പറഞ്ഞ് അവകാശപ്പെടുന്നവർ എത്രയോ പ്രസ്താവനകൾ ഈ മനുഷ്യസാക്ഷിയെ പോലും ഞെട്ടിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. എന്ത് നടപടിയാണ് എടുത്തത്? ഇപ്പം നിങ്ങൾ പറയുന്ന അനുസരിച്ച് കോടതിയിൽ ഒരാൾ കേസ് കൊടുത്തു. എത്രയോ കേസുകൾ ഈ കോടതികളിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലുണ്ട്. നിങ്ങൾ എന്ത് ഒരു പേനയെങ്കിലും ചലിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ടോ? അപ്പോൾ ഇത് ചില ആളുകളെ വേണ്ടിയിട്ട്, ചില ആളുകളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി, ചില ആളുകളെ അതിൻ്റെ അവസാനത്തെ നാടകമാണ് PC ജോർജിൻ്റെ വീട്ടിൽ രാവിലെ പോലീസ് വന്നിട്ട് ഞങ്ങൾ ബലം പ്രയോഗിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ വേണ്ട എന്നുള്ള നിലയിൽ ഈ കോടതിയിലേക്ക് തന്നെ വരാനുള്ള തീരുമാനത്തിലേക്ക് അവസാനം എത്തിച്ചേർന്നത്. സംശയമായിരിക്കുന്നത് അത്തരത്തിൽ അവർക്ക് വേണമെങ്കിൽ DYSPയുടെ മുമ്പിൽ ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഏറ്റവും വലിയ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ സാമാജികനായിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം കയറുമെന്നൊരു ഉറപ്പാന്ന് പറഞ്ഞാണ്. അപ്പോൾ ആ ഒരവസ്ഥയിൽ വീണ്ടും ഇത്തരത്തിലേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സ്വാർത്ഥ
താല്പര്യത്തിൻ്റെയും ഞാൻ പറഞ്ഞല്ലോ ചില ആളുകളെ സന്തോഷിപ്പിക്കുന്നതിന് അവർ അത് വേണ്ട എന്നുള്ള തീരുമാനം ഞങ്ങൾ എടുത്തുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് വന്നത്. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന രൂക്ഷമായ രീതിയിലുള്ള ചില വിമർശനങ്ങളാണ് പി സിക്കെതിരെ നടത്തിയിരിക്കുന്നത്. ആ ഹൈക്കോടതിയുടെ ഉത്തരവിനനുസരിച്ചാണ് ഇപ്പോൾ പോലീസ് അടക്കം നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനെ BJP എങ്ങനെയാണ്? ഞാൻ ചോദിക്കട്ടെ, ഒരു മാധ്യമത്തിൻ്റെ മുമ്പിൽ ഞാൻ പറയുന്നതാണ് വാക്ക്. അതായത് ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് കൊടുത്തിട്ടുള്ള ആ ഡോക്യുമെന്റ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഒരു പ്രാവശ്യം പറഞ്ഞ സമയത്ത് എൻ്റെ വാക്കുകൾ ഒരു ചേർക്കാതെ ഞാൻ പറഞ്ഞതാണ്, പറഞ്ഞാണെന്ന് അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അതേ ഇവിടുത്തെ ഒരു ജഡ്ജിയുടെ മുമ്പിൽ വരുമ്പോൾ അദ്ദേഹം നേരിട്ട് കണ്ടല്ല പറയുന്നത്. തൻ്റെ മുമ്പിൽ വരുന്ന പേപ്പറുകളും തൻ്റെ മുമ്പിൽ വരുന്ന തെളിവുകളും അടിസ്ഥാനത്തിലാണ്. ഈ പേപ്പറുകളും തെളിവുകളും ഉണ്ടാക്കുന്ന ആരാ? കേരളത്തിലെ പോലീസാണ്. അതാണ് ഞാൻ ചോദിച്ചത്. ഈ കേരളത്തിൽ ഇതിന് വരെ പബ്ലിക് ഡൊമൈനിലുള്ള നിരവധിയായിട്ടുള്ള ഇതിൻ്റെയൊക്കെ കേട്ടാൽ മനുഷ്യനെ അറയ്ക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഏറ്റവും പെട്ടെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയ, ഞാൻ എടുത്തു പറയാം, ഈ ഏറ്റവും ഒടുവിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ME ഗോവിന്ദൻ നടത്തിയിട്ടുള്ള പ്രസ്താവനയുണ്ട്. ഒരു സ്വമേധയാ പോലും കേസെടുക്കാൻ ഇവിടെ ആരും തയ്യാറാവുന്നില്ല. ഷംസി നടത്തിയിട്ടുള്ള പ്രസ്താവന, അതുപോലെ തന്നെ MM മണിയുടെ പ്രസ്താവനകൾ, മതപണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവർ നടത്തിയിട്ടുള്ള, ഇതെല്ലാം പബ്ലിക് ഡൊമൈനിലുള്ളതാണ്. എന്താ നിങ്ങൾ ആ കാര്യങ്ങളൊന്നും ഇതേ തരത്തിലാണെങ്കിൽ കൊണ്ടുപോകേണ്ടതല്ലേ? കൊണ്ടുപോകുന്നില്ല. അതാണ് ഞങ്ങൾ പറയുന്നത്. ചില ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി PC ജോർജ് പറഞ്ഞതിനെ വളച്ചൊടിച്ച്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി അദ്ദേഹം തിരുത്തി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ ആ തരത്തിലാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ട എന്ന് കരുതിയിട്ടുണ്ട് തന്നെയാണ് ഞങ്ങൾ കോടതിയിൽ വന്നിട്ടുള്ളത്. ഈ BJP-യുടെ ഭാഗത്ത് നിന്നുള്ള നിയമ നടപടികൾ എങ്ങനെയായിരിക്കും? നിയമം പറയുന്നത് സ്വാഭാവികമായും ഇന്നിപ്പോൾ കോടതി പറയും. അതിനനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകും. ആ കാര്യത്തിൽ അതുപോലെ തന്നെ PC ജോർജ് എന്ന് പറയുന്ന ആൾ BJP വന്നു, BJP-യുടെ നേതാവാണ്. അതിന് എല്ലാ വിധത്തിലുള്ള പിന്തുണയും അദ്ദേഹത്തിന് കൊടുക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അദ്ദേഹത്തിൻ്റെ പരാമർശം തെറ്റായി പോയി എന്നുള്ള അഭിപ്രായം BJP ഉണ്ടോ? അല്ല, അദ്ദേഹത്തിൻ്റെ പരാമർശം പരാമർശമല്ലല്ലോ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക്, ഒരു അടർത്തിയെടുത്ത് ഒരു മുമ്പിൽ ചേർക്കാത്ത ഒരു സെൻറ്റൻസ് സ്വാഭാവികമായും മനുഷ്യർക്ക് പറ്റുന്നില്ല. അത് അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ട്. ഞാനല്ല തിരുത്തുന്നത്, അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ട്. എന്നിട്ടും ആ തരത്തിലേക്കുള്ള നീക്കം എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാം. ഇത് തുടർച്ചയായിട്ട് ഇപ്പോൾ മൂന്നാമത്തെ തവണയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് കോടതിയും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. തുടർച്ചയായിട്ട് മൂന്നാമതല്ല, ഓരോന്നിനും ഓരോ സംഭവങ്ങളാണ്. അത് ഓരോന്നും നമുക്കിവിടെ വിശദീകരിക്കാൻ പറ്റത്തില്ല. ഞാനതാ ചോദിച്ചത്. അതിനൊക്കെ അപ്പുറം ഞാൻ ചോദിക്കട്ടെ, കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരേ തരത്തിൽ നിരന്തരമായി ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ എടുക്കണം നിയമപരമായി എല്ലാ കാര്യങ്ങളും. നിയമത്തിനെതിരല്ല ഭാരതീയ ജനതാ പാർട്ടി. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് ബാക്കിയുള്ള ആളുകളുടെ കണ്ണടയ്ക്കുന്നു? നിങ്ങൾ ഒരു സൈഡിലേക്ക് മാത്രം നിങ്ങളുടെ ഈ കണ്ണ് തുറന്നു വെക്കുന്നതിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത്. തീർച്ചയായിട്ടും അതുതന്നെയാണ് BJP നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളാണ് നമുക്ക് ലഭ്യമായത്. അവരെന്തായാലും ഈ വിഷയത്തിൽ പൂർണ്ണമായിട്ടും PC ജോർജിനെ പിന്തുണയ്ക്കുകയാണ്. അദ്ദേഹത്തിന് ഉണ്ടായിട്ട് PC ജോർജ് തന്നെ അതിൽ ക്ഷമാപണം നടത്തി വേട്ടയാടുന്ന നിലപാടാണ് സർക്കാരും അതോടൊപ്പം തന്നെ പോലീസും ചേർന്നുകൊണ്ട് കൈക്കൊള്ളുന്നതെന്നാണ് BJP നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നിലപാട്, അല്ലെ പിന്തുണയ്ക്കുക എന്നുള്ളൊരു നിലപാട് BJP സ്വീകരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം വരുന്ന ഇതുമായി ബന്ധപ്പെട്ട് തുടർ നീക്കങ്ങൾ, ഇന്നിപ്പോൾ കോടതിയുടെ തീരുമാനത്തിനനുസരിച്ച് തുടർ നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് BJP കൈക്കൊള്ളുമെന്നും BJP-യുടെ മധ്യമേഖലാ പ്രസിഡന്റ് N ഹരി ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ കോടതിയിലാണ്, മജിസ്ട്രേറ്റിന് മുൻപിലാണുള്ളത്. BJP പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ അണിനിരന്ന് കഴിയുകയും ചെയ്തിട്ടുണ്ട്. മജിസ്ട്രേറ്റിൻ്റെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും കസ്റ്റഡിയിൽ പോവുകയാണെങ്കിൽ ഇന്ന് തന്നെ PC ജോർജിൻ്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് തുടർ നീക്കങ്ങൾ നടത്താനാണ് പോലീസിൻ്റെ തീരുമാനം. അങ്ങനെയാണെങ്കിൽ അത് കൃത്യമായിട്ടൊരു സന്ദേശമാകും എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി പോലീസിനുണ്ട്. പ്രത്യേകിച്ച് പോലീസ് തലപ്പത്ത് നിന്ന് DGP-യുടെ അടക്കം ഭാഗത്ത് നിന്നും കൃത്യമായിട്ട് നിർദ്ദേശം ഈരാറ്റുപേട്ട പോലീസിന് കഴിഞ്ഞ ദിവസം ലഭ്യമായിട്ടുണ്ടായിരുന്നു. ഇനിയും അറസ്റ്റ് വൈകിപ്പിച്ചുകൂടാ, പ്രത്യേകിച്ച് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിൻ്റെ സാഹചര്യത്തിൽ ഇനി അറസ്റ്റ് വൈകിപ്പിച്ചുകൂടാ എന്നുള്ളൊരു നിർദ്ദേശം കൃത്യമായിട്ട് പോലീസിന് ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അറസ്റ്റുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ പോലീസ് നടത്തിയത്. അതിനുശേഷം അത്തരത്തിലുള്ള സൂചന ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് PC വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയും ഒക്കെ തന്നെ ചെയ്തത്. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഇപ്പോൾ ശ്രീ ഷിഹാബ്, യൂത്ത് ലീഗിന്റെ സെക്രട്ടറി, അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഷിഹാബ്, PC ജോർജ് നടത്തിയത് ഗുരുതരമായ പരാമർശം തന്നെയാണ്. സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന പരാമർശം PC ജോർജിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് അക്കമിട്ട് നിരത്തി ഒരു താക്കീത് കണക്കെ കോടതിയിൽ നിന്നുള്ള പരാമർശം വന്നു, ഹൈക്കോടതിയിൽ നിന്നുള്ള പരാമർശവും വന്നു. ഇപ്പോൾ കോടതിയിൽ കീഴടങ്ങിയിരിക്കുകയാണ് PC. അങ്ങയുടെ പ്രതികരണം എന്താണ് ഈ ഒരു വിഷയത്തിൽ?
കോടതിയുടെ ഭാഗത്ത് നീതിപൂർവമായ ഒരു സമീപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. PC ജോർജിന് കോടതി ജാമ്യം നൽകില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ നിലവിൽ ഇപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം PC ജോർജ് നടത്തിയ പരാമർശങ്ങൾ ലോക ജനത മുഴുവൻ അപലപിച്ച ഒരു സംഭവമാണ്. ആ പരാമർശ ജോർജ് ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഒരു സംഘടനയെയോ ഒരു പ്രസ്ഥാനത്തെയോ അല്ല അവർ പറഞ്ഞിരിക്കുന്നത്, ഒരു സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിച്ച ഒരു പ്രസ്താവന നടത്തിയ ആളാണ് PC ജോർജ്. അത് അദ്ദേഹം ഒരു തവണയോ രണ്ടു തവണയോ അല്ല, അദ്ദേഹം തുടർച്ചയായി ഇത്തരം പ്രസ്താവനകൾ ആവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഇന്ന സമൂഹം ഇന്ന സമുദായം എന്നൊന്നുമില്ല. അദ്ദേഹം തുടർച്ചയായി എല്ലാ സമുദായക്കാരെയും, ഇന്ന് മുസ്ലിം സമുദായത്തെ ആണെങ്കിൽ നാളെ ഈഴവരെ ആയിരിക്കാം, മറ്റന്നാൾ ക്രിസ്ത്യാനികളെ ആയിരിക്കാം, അങ്ങനെ അദ്ദേഹം ഒരു എപ്പോഴും സാമൂഹ്യപരമായി എപ്പോഴും ഒരു അന്തചിന്തനം ഉണ്ടാക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ നാവ് എപ്പോഴും അദ്ദേഹത്തിന് തന്നെ പ്രശ്നം സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് യൂത്ത് ലീഗ് ഈ കേസുമായി ഇത്രയും ദൂരം ഹൈക്കോടതി വരെ പോയത്. PC ജോർജ് ഇന്ന് ഇവിടെ കോടതിയിൽ ഹാജരാകുകയോ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുകയോ ചെയ്യാതെ നേരിട്ട് സുപ്രീം കോടതിയിൽ ഹാജരായെങ്കിൽ അവിടെ PC ജോർജിന്റെ ജാമ്യം കിട്ടുന്നതിനെ തടയിടാനുണ്ടായി സുപ്രീം കോടതിയിൽ കവിയറ്റ് വരെ യൂത്ത് ലീഗ് ഫയൽ ചെയ്തിരുന്നു. ശ്രീ ഷിഹാബ്, ഇന്നിപ്പോ കോടതിയിൽ നിന്ന് മറിച്ചൊരു തീരുമാനം ഉണ്ടായാൽ എന്താണ് യൂത്ത് ലീഗിന്റെ തുടർ നീക്കം? യൂത്ത് ലീഗ് ജാമ്യവ്യവസ്ഥയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. എന്താണെങ്കിലും ഈ കേസിന്റെ അവസാനം വരെ യൂത്ത് ലീഗ് പിന്നിലുണ്ടാകും. കോടതി എന്ത് നടപടി സ്വീകരിച്ചാലും അതിന് ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ എല്ലാ നിയമങ്ങളെയും അനുസരിക്കാൻ ബാധ്യസ്ഥനായതുകൊണ്ട് കോടതിയുടെ ഏത് തീരുമാനത്തെയും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ ഷിഹാബ് പ്രതികരിച്ചതിന്. യൂത്ത് ലീഗിന്റെ പരാതിയിലാണിപ്പോൾ കോടതി നടപടികൾ. PC ജോർജ് അറസ്റ്റിലേക്ക് സാധ്യത വരുന്നതും. ഗോകുൽ തുടരുന്നുണ്ട്. ഗോകുൽ, ഇപ്പോൾ BJP നേതാക്കളുടെ പ്രതികരണമൊക്കെ നമ്മൾ കേട്ടു. PC ജോർജ് അറസ്റ്റിലേക്കെങ്കിൽ ഒരു പ്രതിഷേധത്തിന് സാഹചര്യമുണ്ടോ BJP നേതാക്കളുടെ വാക്കുകൾ അനുസരിച്ച്? സേതു, രാവിലെ ആ നിലയ്ക്ക് സൂചനകൾ ഉണ്ടായിരുന്നു. അതായത് PC-യുടെ വീട്ടിലേക്ക് പ്രവർത്തകരെ എല്ലാം ക്ഷണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ വരണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് BJP നേതൃത്വം വലിയൊരു പ്രതിഷേധത്തിനൊക്കെ തന്നെ കോപ്പ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതല്ലെങ്കിൽ ഒരു പ്രതിഷേധ റാലി എന്നോണം PC ജോർജിനെ അനുഗമിച്ചുകൊണ്ട് സ്റ്റേഷനിലേക്ക് വരിക എന്നുള്ളൊരു നിലപാടിലേക്ക് BJP കടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 100-ലധികം പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിച്ചേരുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. BJP-യുടെ ജില്ലാ മേഖലാ നേതാക്കളടക്കം വീട്ടിൽ എത്തിച്ചേരുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കൃത്യമായിട്ട് അല്ലെങ്കിൽ പോലീസിൻ്റെ അടക്കം നിർദ്ദേശത്തെ മാനിച്ചുകൊണ്ട് പ്രതിഷേധം വേണ്ട എന്ന് വെക്കുന്ന ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. അതിനുശേഷമാണ് PC നേരിട്ട് കോടതിയിൽ ഹാജരായാൽ മതി എന്നുള്ളൊരു നിലപാട് യോഗത്തിൽ BJP നേതാക്കൾ യോഗം ചേർന്ന് തീരുമാനിക്കുകയുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഹാജരാകുകയും ചെയ്തു. ഇനിയിപ്പോൾ ഒരു അറസ്റ്റിലേക്ക് കടക്കുകയാണെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധത്തിന് സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം ഈ BJP നേതാക്കളോട് തന്നെ ചോദിച്ചിരുന്നു. പക്ഷേ പ്രതിഷേധം തൽക്കാലം വേണ്ട എന്നുള്ളൊരു നിലപാടുണ്ട്. പക്ഷേ അതേസമയം തന്നെ PC-യെ ഒറ്റയ്ക്കാക്കില്ല, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ പൂർണ്ണ പിന്തുണ അർപ്പിക്കും, നിയമപരമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് BJP-യുടെ തീരുമാനമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷേ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം ജാമ്യാപേക്ഷയുമായിട്ട് കോടതിയെ സമീപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ